Hello dear students, today we are going to discuss about a new topic. It is very familiar to you. It is optical storage device. Well, in last class we discussed about hard disk. Hard disk is a magnetic storage device or magnetic memory. Okay. Today we will discuss about optical memory അല്ലെങ്കിൽ optical storage device. Okay. അപ്പോൾ എന്താണ് optical storage device എന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് അറിയാമോ? All are familiar with optical storage device. But it is example of an optical storage device is CD or DVD. അപ്പോൾ CD അല്ലെങ്കിൽ DVD എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അതിനെ പറ്റിയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതില് പിന്നെ നിങ്ങൾക്ക് നോക്കാനുള്ളത് CD ആണ്. ഫസ്റ്റ് വി വിൽ ഡിസ്കസ് അബൌട്ട് CD ആണ് മെയിനായിട്ട് പഠിക്കാനുള്ളത്. CD ഡിവിഡിന് കൺസ്ട്രക്ഷൻ സെയിം ആണ്, വർക്കിംഗ് സെയിം ആണ്, ചെറിയൊരു ഡിഫറൻസേ ഉള്ളൂ. ഓക്കെ, ഫസ്റ്റ് we are going to discuss about optical storage device CD-ROM. CD എന്ന് പറഞ്ഞാൽ CD-ROM ആണ്. CD എന്ന് പറഞ്ഞാൽ കോമ്പാക്ട് ഡിസ്ക്. ഓക്കെ, പല ഹെഡിങ് ആയിട്ട് ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസസ് എന്ന് എഴുതുക. ഇനി CD. ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഒപ്റ്റിക്കൽ എന്ന് പറഞ്ഞാൽ ലൈറ്റ് ആണ്. ലൈറ്റ്, മാഗ്നറ്റിക് മെമ്മറി അല്ല, ഇത് ഒപ്റ്റിക്കൽ മെമ്മറിയാണ്. ഒപ്റ്റിക്കൽ മെമ്മറി എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് റീഡിങ് റൈറ്റിംഗ് നടക്കുന്നത്. മാഗ്നറ്റിക് മെമ്മറി എന്ന് പറയുമ്പോൾ മാഗ്നറ്റിക് പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഉപയോഗിച്ചിട്ടാണ് റീഡിംഗ് റൈറ്റിംഗ് നടക്കുന്നത്. അതാണ് മാഗ്നറ്റിക് മെമ്മറി. ഒപ്റ്റിക്കൽ മെമ്മറി മീൻസ് ഒപ്റ്റിക്കൽ, അതായത് ലൈറ്റ് വേവ്സ്, ലൈറ്റ് സിഗ്നൽ ഉപയോഗിച്ചുകൊണ്ടാണ് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് എന്ത് ചെയ്യുന്നത്, നടത്തുന്നത്. അപ്പൊ റീഡിംഗ് റൈറ്റിംഗും ലൈറ്റ് സിഗ്നൽ ഉപയോഗിച്ചുകൊണ്ടാണ് നടത്തുന്നതെങ്കിൽ അതിനെന്ത് പറയും? ഒപ്റ്റിക്കൽ മെമ്മറി അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസ് എന്ന് പറയും. അപ്പൊ സിഡിയും ഡിവിഡിയും ഒരു ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസുകളാണ്. ഓക്കെ, അപ്പൊ ഇറ്റ് യൂസസ് optical signal പറഞ്ഞാൽ ലൈറ്റ് സിഗ്നൽ. ഇറ്റ് യൂസസ് ഒപ്റ്റിക്കൽ സിഗ്നൽ ഫോർ റീഡിംഗ് ആൻഡ് റൈറ്റിംഗ്. അതാണ് ഒപ്റ്റിക്കൽ സ്റ്റോറേജ് മെമ്മറിയുടെ ഡെഫിനേഷൻ. എക്സാമ്പിൾ CD DVD. ഓക്കെ, നമുക്ക് നോക്കാം CD DVD എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ CD DVD ഫസ്റ്റ് ഹെഡിങ് എഴുതുക, CD എന്ന് എഴുതുക, CD-ROM. അപ്പൊ CD-ROMന്റെ കൺസ്ട്രക്ഷൻ നോക്കാം. ഒരു CD നമ്മൾ ഉണ്ടാക്കുന്നത് പോളികാർബണേറ്റ് എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ കൊണ്ടാണ്. പോളികാർബണേറ്റ്. ഓക്കെ, ഒരു പ്ലാസ്റ്റിക് പോലത്തെ മെറ്റീരിയൽ ആണ്. പ്ലാസ്റ്റിക് ആണ്, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. പ്ലാസ്റ്റിക് പോലത്തെ ഒരു പോളികാർബണേറ്റ് മെറ്റീരിയൽ കൊണ്ടാണ് CD ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, ഒരു CDക്ക് ഓൾമോസ്റ്റ് ഏകദേശം എക്സാക്ട് 120 മില്ലിമീറ്റർ ആണ് അതിന്റെ ഡയമീറ്റർ. 120 മില്ലിമീറ്റർ അതിന്റെ ഡയമീറ്റർ ഉണ്ടാവും. പിന്നെ ഒരു 1.2 മില്ലിമീറ്റർ തിക്നെസ്, തിക്നെസ് 1.2 മില്ലിമീറ്റർ ആണ് CDയുടെ തിക്നെസ് ഉണ്ടാവും. ഇനി CDയിൽ നമ്മൾ ഹാർഡ് ഡിസ്കിനകത്ത് പിന്നെ കുറെ ട്രാക്സ് ഇല്ലായിരുന്നു. ട്രാക്ക് സെക്ടറും പഠിച്ചില്ലേ? അപ്പൊ ഇനി ഹാർഡ് ഡിസ്ക് എന്താണ് ട്രാക്ക് എന്ന് പറഞ്ഞാൽ എന്താ? സെപ്പറേറ്റ് സർക്കിൾസ് ആണ്. സെപ്പറേറ്റ് ഒരു സെന്റർ പോയിന്റ് ഉള്ള കുറെ സർക്കിൾസ് ആണ് ട്രാക്ക് ഇവിടെ ഹാർഡ് ഡിസ്കിനകത്ത്. അപ്പൊ CDയില് ട്രാക്ക് എന്ന് പറയുന്നത് സിംഗിൾ സർക്കിൾ ആണ്. സിംഗിൾ സർക്കിൾ മീൻസ് സെപ്പറേറ്റ് സർക്കിൾ ഇല്ല, സ്പൈറൽ മോഡലാണ്. സ്പൈറൽ ട്രാക്ക് ആണ്. സ്പൈറൽ അതായത് ഉള്ളിൽ നിന്ന് തുടങ്ങി പുറത്തേക്ക് പോകുന്ന സ്പൈറൽ ട്രാക്ക് ആണ്. ഒറ്റ വരയാണ് കൊണ്ട് തീരും. ഉള്ളിൽ നിന്ന് പുറത്തേക്ക്, ഇൻ ടു ഔട്ട് ആണ്. ഓക്കെ, ഫിഗർ കാണുമ്പോൾ മനസ്സിലായിക്കോളൂ. അപ്പോൾ ഈ പോളികാർബണേറ്റ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് മെറ്റീരിയലിന്റെ മുകളിൽ ഇങ്ങനത്തെ ട്രാക്ക് സ്റ്റാമ്പ് എന്നാൽ പതിക്കുക, സ്റ്റാമ്പ് ചെയ്തിട്ടാണ് CD ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ എന്തിനാണ് പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ പിന്നെ പോളികാർബണേറ്റ് എന്ന് പറയുന്നത്? അത് ഒരു ലൈറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് വർക്ക് ചെയ്യേണ്ടത്. മാഗ്നറ്റ് അല്ല, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി അല്ല, ലൈറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ലൈറ്റ് തട്ടി റിഫ്ലക്ട് ചെയ്യണം, ലൈറ്റ് അവിടെ ഹിറ്റ് ചെയ്തിട്ട് റിഫ്ലക്ട് ചെയ്യണം. അപ്പോൾ പോളികാർബണേറ്റ് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടുകൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. CDക്കകത്തുള്ള ട്രാക്ക് എന്ന് പറയുന്നത് സ്പൈറൽ ട്രാക്ക് ആണ്. സ്പൈറൽ ഇങ്ങനെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് സ്പൈറൽ ട്രാക്ക് ആണ്. അതൊക്കെയാണ് അതിനകത്തുള്ളത്. ഇനി CDയുടെ റൈറ്റിംഗ് പിന്നെ വർക്കിംഗ് ചെയ്യാനെന്ന് പറയാം ജസ്റ്റ്, എന്നിട്ട് നമുക്ക് നോട്ടിലേക്ക് കണക്കാം. അപ്പൊ റീഡിംഗ് എങ്ങനെയാണെന്ന് വെക്കാം. റീഡിംഗ് നോക്കാം, വളരെ ശ്രദ്ധിക്കുക, വളരെ എളുപ്പമാണ്. അപ്പൊ CD DVD നമ്മൾ പിന്നെ ഉണ്ടാക്കിയിരിക്കുന്നത് മെറ്റീരിയൽ പറഞ്ഞു, ഒരു ലേസർ ബീം ഉണ്ടാവും. ഒരു കാര്യം റൈറ്റിംഗ് നോക്കാം നമുക്ക്. CDയിൽ എങ്ങനെയാണ് റൈറ്റ് ചെയ്യുന്നത് നോക്കാം. അപ്പൊ CD ഉണ്ടാക്കുന്നത് നമ്മൾ പറഞ്ഞു
ഒരു പ്ലാസ്റ്റിക് മെറ്റീരിയൽ കൊണ്ടാണ് സി ഡി ഉണ്ടാക്കുന്നത്. അതിൽ ലൈറ്റ് വന്നാൽ തിരിച്ചു പോകും. അലൂമിനിയം കൊണ്ടൊക്കെ കോട്ടിംഗ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഒരു ലൈറ്റ് സി ഡിയിലേക്ക് അടിക്കുമ്പോൾ, ലൈറ്റ് മീൻസ് ഇവിടെ ലേസർ ബീമാണ്. അപ്പോൾ സി ഡിയിൽ എങ്ങനെയാണ് റൈറ്റ് ചെയ്യുന്നത് നോക്കാം. വി വിൽ ഡിസ്കസ് അബൌട്ട് ഹൗ എ സി ഡി റൈറ്റ്സ് എ ഡാറ്റ. ഡാറ്റ എങ്ങനെയാണ് റൈറ്റിംഗ് നടക്കുന്നത്, റൈറ്റിംഗ് ഓപ്പറേഷൻ ഇൻ എ സി ഡി. അപ്പോൾ സി ഡിക്കകത്തേക്ക് എന്തെങ്കിലും ഒരു ഡാറ്റ റൈറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ റൈറ്റ് ചെയ്യുന്ന 0 1 ആണ് നമ്മൾ റൈറ്റ് ചെയ്യുക. കമ്പ്യൂട്ടറിന്റെ ബേസിലെല്ലാം 0 1 റൈറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ റൈറ്റ് ചെയ്യാൻ വേണ്ടി വി ആർ യൂസിങ് ലേസർ ബീം. ലേസർ ബീം ഉപയോഗിച്ചിട്ടാണ് അല്ലെ റൈറ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എവിടെയെങ്കിലും ഒരു സംഭവം റൈറ്റ് ചെയ്യണമെങ്കിൽ ഒരു ലേസർ ബീം എവിടേക്ക് പോകും? ആ സി ഡിയിലേക്ക്. സി ഡി ഒരു പ്ലാസ്റ്റിക് മെറ്റീരിയൽ ആണ്. സി ഡിയിലേക്ക് പോയിന്റ് ചെയ്യും. ഇന്ന സ്ഥലത്ത് റൈറ്റ് ചെയ്യണം. ഇവിടെ റൈറ്റ് ചെയ്യണമെങ്കിൽ ആ സി ഡിയിലേക്ക് പോയിന്റ് ചെയ്യും. അപ്പൊ ലേസർ ബീം ഈസ് ഹിറ്റ് ടുവേർഡ്സ് ദ സി ഡി. സി ഡിയിലേക്ക് ഹിറ്റ് ചെയ്യും. അവിടെ ഹിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും? അവിടെ ചൂടാക്കും, ബേൺ ചെയ്യും. ബേണിങ്, ചൂടാക്കും. അവിടെ ചൂടാക്കി അവിടെ ഒരു പിറ്റ്, ഒരു കുഴി ഉണ്ടാക്കും. അപ്പൊ അങ്ങനെയാണ് ഇവിടെ റൈറ്റിംഗ് നടക്കുന്നത്. അവിടെ ഒരു കുഴി ഉണ്ടാക്കും. ബേൺ ചെയ്തിട്ട് ലേസർ ബീം ഒരു സ്ഥലത്ത് തന്നെ പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ചൂടാകും. ചൂടായി കഴിഞ്ഞാൽ അവിടെ ഒരു കുഴി രൂപപ്പെടും. പിറ്റ് രൂപപ്പെടും. അപ്പൊ അങ്ങനെ പിറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? 0 എന്ന് പറയാം. അപ്പൊ 0 1 നമുക്ക് റൈറ്റ് ചെയ്യേണ്ടത്. അപ്പം അവിടെ പിറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് അത് 0 എന്ന് പറയാം. ഓക്കെ, ഇനി കുഴി ഇല്ലാത്ത സ്ഥലത്തിനൊക്കെ ലാൻഡ് എന്ന് പറയാം. ലാൻഡ് LAND, ലാൻഡ്. ഓക്കെ, അപ്പൊ ലാൻഡിനൊക്കെ നമുക്ക് 1 എന്ന് പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി? ആവശ്യമുള്ള സ്ഥലത്തൊക്കെ കുഴി ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? സി ഡിയിലുള്ള റൈറ്റിംഗ് നടക്കും. സി ഡി റൈറ്റിംഗ് അങ്ങനെയാണ് നടക്കുന്നത്. 0 1 ആണ് നമുക്ക് റൈറ്റ് ചെയ്യേണ്ടത്. 0 റൈറ്റ് ചെയ്യണമെങ്കിൽ അവിടെ എന്ത് ചെയ്താൽ മതി? ഈ ലേസർ ബീം ഉപയോഗിച്ചുകൊണ്ട് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു പിറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടും. പിറ്റ് എന്ന് പറഞ്ഞാൽ 0 എന്ന് വിചാരിക്കാം. 0. അപ്പൊ കുഴിയുള്ള സ്ഥലത്തിനൊക്കെ 0 എന്ന് പറയാം. കുഴി ഇല്ലാത്ത സ്ഥലത്തിനൊക്കെ നമുക്ക് 1 എന്ന് പറയാം. അപ്പൊ 0 1 റൈറ്റ് ചെയ്ത് കഴിഞ്ഞില്ലേ? അങ്ങനെയാണ് സി ഡിക്കകത്ത് റൈറ്റിംഗ് നടക്കുന്നത്. അപ്പൊ റൈറ്റിംഗിന്റെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ ലേസർ ബീമാണ് ഉപയോഗിക്കുന്നത്. സി ഡി റൈറ്റർ എന്ന് പറഞ്ഞ പ്രത്യേക ഒരു ഡിവൈസ് വേണം. സി ഡി നമ്മളെ കയ്യിൽ കൊണ്ടു നടക്കാൻ പറ്റുന്നതാണ് സി ഡി. ഇപ്പൊ സി ഡിയിൽ എന്തെങ്കിലും കാര്യം റൈറ്റ് ചെയ്യണമെങ്കിൽ സി ഡി റൈറ്റർ വേണം. ഓക്കെ, റീഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് സി ഡി റൈറ്റർ വേണ്ട. റൈറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം റൈറ്റർ മതി. റീഡ് ചെയ്യാൻ നമുക്ക് if you want to read a CD, we need a CD drive മതി. ഓക്കെ, റൈറ്റർ വേണ്ട. എന്തെങ്കിലും സി ഡിയിലോട്ട് റൈറ്റ് ചെയ്യണമെങ്കിലാണ് റൈറ്ററിന്റെ ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് റീഡ് ചെയ്താൽ മതി, CD ഡ്രൈവ് മതി. അപ്പോൾ റൈറ്റിങ്ങിന് നമുക്ക് എന്ത് ആവശ്യമാണ്? CD റൈറ്റർ ആവശ്യമാണ്. രണ്ടും സെയിം ആണ്, കാണാൻ രണ്ടും ഒരുപോലെയാണ്. CD റൈറ്ററും CD ഡ്രൈവും നിങ്ങൾക്ക് അറിയാം. നിങ്ങൾ നിങ്ങളുടെ കമ്പ്യൂട്ടറിലേക്ക് CD എടുത്തില്ലേ? CD ഇടുമ്പോൾ ഒരു സാധനം പ്രസ് ചെയ്യുന്നില്ലേ? പ്രസ് ചെയ്യുമ്പോൾ ഒരു CD ട്രേ പുറത്തേക്ക് വരും. അതിനാണ് CD ഡ്രൈവ് എന്ന് പറയുന്നത്. ഓക്കെ, CD നിങ്ങൾ മേശപ്പുറത്ത് നിർത്തി CD അതിലേക്ക് ഇടും. എന്നിട്ട് ആ ബട്ടൺ ഒന്നുകൂടി പ്രസ് ചെയ്താൽ CD ഉള്ളിലേക്ക് പോകും. ഓക്കെ, അതാണ് CD ഡ്രൈവ്. അങ്ങനെ വരുന്ന പുറത്തേക്ക് പിന്നെ ട്രേ വന്നിട്ടുള്ള ആ ഡിവൈസിന് പറയുന്ന പേരാണ് CD ഡ്രൈവ്. CD എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുള്ള റൗണ്ടിലുള്ള സാധനമാണ് CD. ഓക്കെ, അപ്പൊ CD ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. CD പോളികാർബണേറ്റ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അതിൽ റൈറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇതുപോലെ CD ഡ്രൈവ് പോലത്തെ ഒരു സാധനത്തിൽ ഇട്ടിട്ട് റൈറ്ററിൽ ഇട്ട് കഴിഞ്ഞാൽ റൈറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറ്റും? അവിടെ റൈറ്റ് ചെയ്യും. റൈറ്റ് ചെയ്യുന്നത് എന്ത് ഉപയോഗിച്ചിട്ടാണ്? ലേസർ ബീം ഉപയോഗിച്ചിട്ടാണ്. കുഴികൾ ഉണ്ടാക്കിയിട്ടാണ് റൈറ്റിംഗ് നടത്തുന്നത്. കുഴികളെ പിറ്റ്സ് എന്ന് പറയും, കുഴിയില്ലാത്തതിനെ ലാൻഡ് എന്ന് പറയും. ഓക്കെ, അങ്ങനെ സി ഡ്രൈവിൽ കുഴികൾ റൈറ്റിംഗ് നടക്കുന്നത്. ഇനി റീഡിംഗ് എങ്ങനെയാണെന്ന് വെച്ചാൽ, റീഡിംഗ് ശ്രദ്ധിക്കുക. റൈറ്റിംഗ് നമ്മൾ പറഞ്ഞു. റീഡിംഗ് വളരെ എളുപ്പമാണ്. റീഡിങ്ങും ലേസർ ബീം ഉപയോഗിച്ചിട്ട് തന്നെയാണ്. ഫോർ റീഡിംഗ് വി ആർ യൂസിങ് ലേസർ ബീം. ഫോർ റീഡിംഗ് ഓൾസോ വി ആർ യൂസിങ് ലേസർ ബീം. റീഡിങ്ങിന് നമ്മൾ ലേസർ ബീമാണ് ഉപയോഗിക്കുന്നത്. എന്ത് ചെയ്യും? ലേസർ ബീം നേരെ നമുക്ക് എവിടെയെങ്കിലും സ്ഥലത്ത് റീഡ് ചെയ്യണമെന്ന് വിചാരിച്ചു. നമ്മൾ റൈറ്റ് ചെയ്യുന്ന പറഞ്ഞു, നമുക്ക് ഒരു സ്ഥലത്ത് എന്താണ് എഴുതിയത് എന്ന് വായിക്കണം. അതിനാണ് എന്താ റീഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ റീഡ് ചെയ്യുമ്പോൾ ഒരു ലേസർ ബീം ഒരു സ്ഥലത്തേക്ക് അടിക്കും. ഒരു സ്ഥലത്തേക്ക് ഹിറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? അത് അവിടെ തട്ടി തിരിച്ചു വരും, റിഫ്ലക്ട് ചെയ്യും. ലേസർ ബീം ഒരു സ്ഥലത്തേക്ക് നമ്മൾ അടിക്കുമ്പോൾ അവിടെ ഹിറ്റ് ചെയ്തിട്ട് ആ ലേസർ ബീം വിൽ റിഫ്ലക്ട് ചെയ്ത് വരും. ഓക്കെ, അപ്പോൾ ഒന്നുകിൽ കുഴിയിൽ തട്ടിയിട്ടായിരിക്കും തിരിച്ചു വരിക, അല്ലെങ്കിൽ കുഴിയല്ലാത്ത സ്ഥലത്ത് തട്ടിയിട്ടായിരിക്കും, പ്ലെയിൻ ഏരിയയിൽ തട്ടിയിട്ടായിരിക്കും തിരിച്ചു വരിക. അപ്പൊ നോക്കാം, ഇതൊരു കുഴിയുള്ള സ്ഥലമാണ്. ഇത് കുഴിയാണ്. അപ്പോൾ ലേസർ ബീം ഇവിടേക്ക് അടിച്ചു. ഇവിടേക്ക് അടിച്ചാൽ എന്താണ്? ഇത് കുഴിയാണ്. ബാക്കിയുള്ള ഈ പ്ലെയിൻ ഏരിയ ഒക്കെ ഇവിടെ ഇങ്ങനെ ഉണ്ടാവും. പ്ലെയിൻ ഏരിയ ഒക്കെ ഇങ്ങനെയാണ്. അപ്പം ഇവിടെ കുഴിയാണ്. അപ്പോൾ ലേസർ ബീം ഇവിടെ നിന്ന് അടിക്കുകയാണ്. ഇവിടെ തട്ടി തിരിച്ചു വരും. പിറ്റിലാണ് തട്ടുന്നതെങ്കിൽ പിറ്റ് തട്ടി തിരിച്ചു വരും. പിറ്റ് അല്ലാത്ത സ്ഥലത്താണെങ്കിൽ എന്താണ്? ഇവിടെ ആയിരിക്കും.
പിറ്റല്ലാത്ത സ്ഥലം എന്ന് പറഞ്ഞാൽ കുഴിയല്ലാത്ത സ്ഥലം. അപ്പൊ ഇവിടെ തട്ടിയിട്ട് തിരിച്ചു വരും. പിറ്റാണെങ്കിൽ കുഴിയിൽ തട്ടി തിരിച്ചു വരും. ലാൻഡ് ആണെങ്കിൽ കുഴിയല്ലാത്ത സ്ഥലത്ത് തട്ടിയിട്ട് റിഫ്ലക്ട് ചെയ്യും. അപ്പൊ പിറ്റിൽ നിന്ന് റിഫ്ലക്ട് ചെയ്ത് വരുന്ന ലേസർ ബീമിന്റെ ഇന്റൻസിറ്റി എന്ന് പറഞ്ഞാൽ തീവ്രത, ഇവിടെ നിന്ന് തിരിച്ചു വരുന്ന ലേസർ ബീമിന്റെ ഇന്റൻസിറ്റിയും ഇവിടെ നിന്ന് തിരിച്ചു വരുന്ന ലേസർ ബീമിന്റെ ഇന്റൻസിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഏതിനായിരിക്കും ഇന്റൻസിറ്റി കൂടുതൽ? തീവ്രത കൂടുതൽ എത്രയായിരിക്കും? തീവ്രത കൂടുതൽ ഏതിനായിരിക്കും? ഇതിനല്ലേ ഉണ്ടാവുള്ളൂ. ലാൻഡിൽ തട്ടി തിരിച്ചു വരുന്നതിനല്ലേ തീവ്രത കൂടുതൽ ഉണ്ടാവുക, ലാൻഡ് അല്ലേ? കാരണം എന്താ? പിറ്റ് എന്ന് പറഞ്ഞാൽ കുഴിയിൽ നിന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഉള്ളിലേക്ക് പോയിട്ട് വേണം തിരിച്ചു വരാൻ. നിങ്ങളോട് ഒരു സ്ഥലത്ത് പോകാൻ പറഞ്ഞു, നിങ്ങളോട് പിന്നെ ഒരു ക്ലാസ് റൂമിലേക്ക് പോകാൻ പറഞ്ഞു, 2 ക്ലാസ് റൂം ഉള്ളിലേക്കുള്ള ഒരു ക്ലാസ് റൂമിലും പോകാൻ പറഞ്ഞു. അങ്ങനെ വേണ്ട. പിന്നെ നിങ്ങളോട് ക്ലാസിന്റെ ഡോറ് വരെ പോകാനും പറഞ്ഞു, ഒരാളോട് ക്ലാസിന്റെ ഡോറ് വരെ പോയിട്ട് തിരിച്ചു വരാനും പറഞ്ഞു, ഡോറിന് ഉള്ളിലേക്ക് മറ്റേ ക്ലാസിന്റെ അറ്റത്ത് വരെ പോയിട്ട് തിരിച്ചു വരാനും പറഞ്ഞു. ഡോറ് വരെ പോകുന്നതിന് നമ്മൾ എന്ത് പറയും? ലാൻഡ് എന്ന് പറയും. പിറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഉള്ളിലേക്ക് പോകണം. അപ്പോൾ ഒരാൾ ഡോറിന്റെ അടുത്ത് പോയിട്ട് തിരിച്ചു വരാനും ഒരാളെ വിട്ടു, ഡോറിന് ഉള്ളിൽ വരെ പോയിട്ട് ക്ലാസിന് ഉള്ളിൽ പോയിട്ട് തിരിച്ചു വരാനും ഒരാളെ വിട്ടു. അപ്പൊ ഏതാളായിരിക്കും കൂടുതൽ ശക്തിയോടെ തിരിച്ചു വരിക? കൂടുതൽ ഇന്റൻസിറ്റി ആർക്കായിരിക്കും ഉണ്ടാവുക? ഡോറ് വരെ പോയി നിന്നവനാണ് കുറച്ച് എനർജി മതി, അവൻ അവിടം വരെ പോയാൽ മതി. മറ്റവൻ എന്ത് വേണം? അതിനുള്ളിലൂടെ പോകണം. ഡോറും കഴിഞ്ഞ് കുറച്ചും കൂടി ദൂരെ സഞ്ചരിച്ചിട്ടാണ് അയാൾ തിരിച്ചു വരിക. അപ്പൊ അയാൾ കുറച്ചും കൂടി ക്ഷീണിതനായിരിക്കും, ഇന്റൻസിറ്റി അയാൾക്ക് കുറവായിരിക്കും. അതേപോലെ ലേസർ ബീം പിറ്റിൽ തട്ടി തിരിച്ചു വരാൻ കുറച്ചുകൂടി ഉള്ളിലേക്ക് പോകണം. പിറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഉള്ളിലേക്ക് പോകാൻ. അപ്പം പിറ്റിൽ തട്ടി തിരിച്ചു വരാൻ വേഗം എത്തും. പക്ഷെ ലാൻഡിൽ തട്ടുമ്പോൾ എന്താണ്? സോറി പിറ്റിൽ തട്ടിയിട്ട് തിരിച്ചു വരാൻ, പിറ്റ് എന്ന് പറഞ്ഞാൽ കുഴിയിൽ തട്ടി തിരിച്ചു വരാൻ കുറച്ചുകൂടി ദൂരം പോകണം. ഓക്കെ. ലാൻഡിലാണെങ്കിലോ അത്ര ദൂരം പോകണ്ട. അപ്പൊ ലാൻഡ് തട്ടി തിരിച്ചു വരുന്ന ആൾക്കാർക്ക് ഇന്റൻസിറ്റി കൂടുതലായിരിക്കും, പിറ്റിൽ തട്ടി തിരിച്ചു വരുന്ന ആൾക്കാർക്ക് ഇന്റൻസിറ്റി കുറവായിരിക്കും. അപ്പൊ നമുക്ക് അതിന്റെ ഇന്റൻസിറ്റി നോക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? പിറ്റ് ആണെങ്കിൽ 0, അതായത് ഇന്റൻസിറ്റി കുറഞ്ഞതാണെങ്കിൽ 0 നമുക്ക് ഡിറ്റക്ട് ചെയ്യാം. പിന്നെ ഇന്റൻസിറ്റി കൂടുതലാണെങ്കിൽ പിന്നെ എന്താണ്? നമുക്ക് 1 അവിടെ എഴുതിയത് 1 ആണെന്ന് ഡിറ്റക്ട് ചെയ്യാം. അങ്ങനെയാണ് റീഡിംഗ് റൈറ്റിംഗ് നടക്കുന്നത്. ഓക്കെ. ഇതാണ് CD-യുടെ റീഡിംഗ് റൈറ്റിംഗ്. നമുക്കനി അതിന്റെ ഇത് നോക്കാം. നോക്കൂ, ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസ്. അപ്പോൾ ഹെഡിങ് എഴുതിക്കോളൂ, ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസസ് എന്ന് എഴുതാം. ഹെഡിങ്: ഇറ്റ് യൂസസ് ഒപ്റ്റിക്കൽ സിഗ്നൽ ഫോർ റീഡിംഗ് ആൻഡ് റൈറ്റിംഗ്. എക്സാമ്പിൾ CD, DVD. ഇനി CD-ROM എന്ന് ഹെഡിങ് എഴുതാം. CD-ROM. CD-ROM ഈസ് മെയ്ഡ് ബൈ പോളികാർബണേറ്റ്. ഇറ്റ് ഹാസ് 120 mm diameter and 1.2 mm thickness. ഇനി a single spiral track is stamped. ഒറ്റ സ്പൈറൽ ട്രാക്ക്, ഒറ്റ ട്രാക്കാണ്, പക്ഷെ കുറെ റൗണ്ടഡ് ഉണ്ടാവും. പക്ഷെ നമ്മൾ മറ്റേതുപോലത്തെ ട്രാക്ക് അല്ല, സ്പൈറൽ ട്രാക്ക് ആണ്. നമുക്ക് നോക്കാം, ആ ഫിഗർ കാണാം. സ്പൈറൽ ട്രാക്ക് എവിടെ സ്റ്റാമ്പ് ചെയ്തിട്ടുണ്ടാവും? ആ പോളികാർബണേറ്റ് മെറ്റീരിയലിൽ സ്റ്റാമ്പ് ചെയ്തിട്ടുണ്ടാവും, പതിച്ചിട്ടുണ്ടാവും. ഓക്കെ. ഇതാണ് സ്പൈറൽ ട്രാക്ക് കേട്ടോ. ഒറ്റ ട്രാക്ക് അല്ല ഇത്. ഇവിടുന്ന് തുടങ്ങുന്നതാണ്, ഇവിടുന്ന് ഇങ്ങനെ തുടങ്ങി പുറത്തേക്ക് ഇങ്ങനെ പോവുകയാണ് സ്പൈറൽ ട്രാക്ക്. അത് കുറച്ചുകൂടി വൃത്തിയായിട്ട് ഇവിടെ വരച്ചിട്ടുണ്ട്, കറക്റ്റ് ആയിട്ട് കേട്ടോ. ഉള്ളിൽ നിന്ന് പുറത്തേക്കാണ് പോവുക, പുറത്തേക്കാണ് സ്പൈറൽ ട്രാക്ക്. നമ്മുടെ മറ്റേ ഹാർഡ് ഡിസ്കിന് അങ്ങനെയല്ല, സെപ്പറേറ്റ് ട്രാക്കുകളായിരുന്നു. ഇതാകുമ്പോൾ ഒറ്റ വരയുള്ളൂ, ഒരൊറ്റ ലൈനേ ഉള്ളൂ, അത് കൂടി പോവാണ്. ഇതാണ് ഇത് വരച്ചെടുക്കണേ. ട്രാക്ക് ഇൻ CD എന്ന് പറഞ്ഞിട്ട് ഇത് വരച്ചെടുക്കണം കേട്ടോ. ട്രാക്ക്, സ്പൈറൽ ട്രാക്ക് എന്ന് പറഞ്ഞിട്ട് ഇത് വരച്ചെടുക്കണം. ട്രാക്ക് ഇൻ CD. ഓക്കെ. ഇത് 2 മതി, ഇത് 1 മതി. ഞാൻ വൃത്തിയിൽ താഴെ കാണിച്ചിരുന്നുള്ളൂ. ഇത് 1 മതി കേട്ടോ. ട്രാക്ക് ഇൻ CD എന്ന് എഴുതി വരച്ച് വെക്കാം. ഇന്ന് റീഡിംഗ് ഓപ്പറേഷൻ, CD-യിലുള്ള റീഡിംഗ് ഓപ്പറേഷൻ നോക്കിയാൽ ലേസർ ബീം ഈസ് യൂസ്ഡ്. ഒരു ലേസർ ബീം ആണ് ഉപയോഗിച്ചിട്ടാണ് റീഡ് ചെയ്യുന്നത്. The laser beam passed through the clear polycarbonate material, reflected back after hitting pit or land. പിറ്റിൽ നിന്നോ ലാൻഡിൽ നിന്നോ തട്ടിയിട്ട് തിരിച്ചു വരും. ഒരു ലേസർ ബീം എവിടേക്ക് പാസ് ചെയ്യിക്കുക? പോളികാർബണേറ്റ് മെറ്റീരിയൽ, അതായത് CD-യിലേക്ക് പാസ് ചെയ്യിച്ച ലേസർ ബീം, CD-യിലേക്ക് അടിക്കുന്ന ലേസർ ബീം എന്ത് ചെയ്യും? റിഫ്ലക്റ്റഡ് ചെയ്ത് വരും, തിരിച്ചു വരും. ആഫ്റ്റർ ഹിറ്റിംഗ് എപ്പോ? പിറ്റ് ഓർ ലാൻഡ്, ലാൻഡിനെയോ പിറ്റിനെയോ ഹിറ്റ് ചെയ്തിട്ട് തിരിച്ചു വരും. എന്ത് നോക്കിയിട്ടാണ് മനസ്സിലാക്കുക പിറ്റാണോ ലാൻഡാണോ എന്ന് എങ്ങനെ മനസ്സിലാക്കുക? ബൈ ഡിറ്റക്ടിങ് ദ ഇന്റൻസിറ്റി ഓഫ് റിഫ്ലക്റ്റഡ് ലേസർ ബീം. അപ്പൊ തിരിച്ചു വരുന്ന ലേസർ ബീമിന്റെ ഇന്റൻസിറ്റി, തീവ്രത നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് പിറ്റാണോ ലാൻഡാണോ എന്ന് തിരിച്ചറിയാൻ പറ്റും. ഓക്കെ. ബൈ ഡിറ്റക്ടിങ് ദ ഇന്റൻസിറ്റി ഓഫ് റിഫ്ലക്റ്റഡ് ലേസർ ബീം, തിരിച്ചു വരുന്ന ലേസർ ബീമിന്റെ ഇന്റൻസിറ്റി നോക്കിയിട്ട് നമുക്ക് ഇന്റൻസിറ്റി കൂടുതലാണെങ്കിൽ നമുക്ക് എന്താ പറയാൻ പറ്റും? അവിടെ എഴുതിയിരിക്കുന്നത്
എന്താണ് അത് തട്ടി തിരിച്ചു വന്നിരിക്കുന്നത്. എവിടെ തട്ടിയിട്ടാണ് തിരിച്ചു വന്നിരിക്കുന്നത്? ഇന്റൻസിറ്റി കൂടിയ സാധനം ലാൻഡിൽ തട്ടിയിട്ടാണ് തിരിച്ചു വന്നിരിക്കുന്നത്. അതുകൊണ്ട് അത് 1 ആണ്. ഇനി ഇന്റൻസിറ്റി കുറഞ്ഞത് എന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് തട്ടി തിരിച്ചു വന്നായിരിക്കും? പിറ്റിൽ നിന്ന് തട്ടി തിരിച്ചു വന്നായിരിക്കും. പിറ്റിൽ കുറച്ച് ഉള്ളിലേക്ക് പോകാനുണ്ട്. അപ്പൊ പിറ്റിൽ തട്ടി തിരിച്ചു വന്നാണെങ്കിൽ അത് എന്താണ്? 0 ആണ് എന്ന് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ഇനി റീഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്താ ഉപയോഗിക്കാം? CD ഡ്രൈവ് ആണ് ഉപയോഗിക്കുക. അതും കൂടി ഒന്ന് പറയാനുണ്ട് കേട്ടോ. CD ഡ്രൈവ് ഈസ് യൂസ്ഡ് ടു റീഡ് ദ CD റീഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ CD ഡ്രൈവ് ആണ് ഉപയോഗിക്കുക. ഒരു CD ഡ്രൈവിൽ നിങ്ങൾക്ക് എന്തൊക്കെ കണ്ടിട്ടുണ്ട്? വാട്ട് ആർ ദ കമ്പോണൻസ് ഇൻസൈഡ് CD ഡ്രൈവ്? CD ഡ്രൈവ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്നതാണ് അല്ലേ? CD ഇടാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രൈവാണ് CD ഡ്രൈവ്. CD ഡ്രൈവ് നമ്മുടെ കമ്പ്യൂട്ടറിന്റെ ഏറ്റവും ടോപ്പിൽ അറ്റത്ത് ഉണ്ടാവും. അവിടെ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പുറത്തേക്ക് ഒരു ട്രേ തെറിച്ച് വരുന്ന കാണാം. അതിനെന്ത് പറയും? അതിനെ ട്രേ എന്ന് പറയും. ട്രേയുടെ ഉപയോഗം എന്താണ്? CD വെക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ? അപ്പൊ CD ഹോൾഡ് ചെയ്യുക എന്നുള്ളതാണ് ട്രേയുടെ യൂസേജ്. ട്രേ ഈസ് യൂസ്ഡ് ടു ഹോൾഡ് ദ ഓരോ കമ്പോണന്റ് ആയിട്ട് പഠിക്കാം. CD ഡ്രൈവ് കണ്ടെയ്ൻസ് ദ ഫോളോയിങ് കമ്പോണന്റ്സ്. ഒന്ന് ഡ്രൈവ് മോട്ടോർ. ഡ്രൈവ് മോട്ടോർ എന്ന് പറഞ്ഞാൽ ഈ CD ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ CD കറക്കണം. അപ്പൊ കറക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മോട്ടറാണ് ഡ്രൈവ് മോട്ടോർ. ഡ്രൈവ് മോട്ടോർ എന്തിനാ ഉപയോഗിക്കുക? മോട്ടോർ ഈസ് യൂസ്ഡ് ടു റൊട്ടേറ്റ് ദ CD റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മോട്ടോറാണ് ഡ്രൈവ് മോട്ടോർ. ഓക്കെ. രണ്ടാമത്താണ് CD ട്രേ. ട്രേ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഒരു കൈ പുറത്തേക്ക് തള്ളി വരുന്ന ഒരു കൈ ഇല്ലേ? CD വെക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതാണ് CD ട്രേ. CD ട്രേ എന്തിനാ വേണ്ടിയിട്ടാ? ടു പ്ലേസ് ദ CD ഇൻ ദ CD ഡ്രൈവ്. CD ഡ്രൈവിൽ CD കറക്റ്റ് വെക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക. CD ട്രേ ഉപയോഗിക്കുക. ഓക്കെ. ഈസ് യൂസ്ഡ് ടു പ്ലേസ് ദ CD ഇൻ ദ CD ഡ്രൈവ്. CD ഡ്രൈവിൽ CD കറക്റ്റ് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് CD ഡ്രൈവ്. ഇനി അടുത്തതാണ് രണ്ട് മെയിൻ സംഭവങ്ങൾ. ഒന്ന് ലേസർ ഡയോഡ് ആൻഡ് ഡിറ്റക്ടർ. ലേസർ ഡയോഡ് ആൻഡ് ഡിറ്റക്ടർ. ലേസർ ഡയോഡ് എന്ന് പറഞ്ഞാൽ ലേസർ ബീം ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഇത് ലേസർ ഡയോഡ്. അപ്പോൾ യൂസ്ഡ് ടു പ്രൊഡ്യൂസ് ദ ലേസർ ബീം. ലേസർ ബീം ഉണ്ടാക്കാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ലേസർ ഡയോഡ്. ലേസർ ഡിറ്റക്ടർ എന്ന് പറഞ്ഞാൽ എന്താ? തിരിച്ചു വരുന്ന ലേസർ ബീമിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി, മനസ്സിലാക്കാൻ വേണ്ടി, തിരിച്ചു വരുന്ന ലേസർ ബീമിനെ മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് ഡിറ്റക്ടർ. അപ്പം ലേസർ ബീം, ലേസർ ഡയോഡ് ആൻഡ് ലേസർ ഡിറ്റക്ടർ എന്ന് പറയുന്ന സംഭവമുണ്ട്. അതെന്തിനു വേണ്ടിയിട്ടാണ്? ലേസർ ബീമിനെ ഉണ്ടാക്കാനും അത് തിരിച്ചു വരുന്ന ലേസർ ബീമിനെ ഡിറ്റക്ട് ചെയ്യാനും ബീമിനെ തിരിച്ചറിയാനും വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സെറ്റാണ് ഇത് ലേസർ ഡയോഡ് ആൻഡ് ഡിറ്റക്ടർ എന്നുള്ളത് കേട്ടോ. അപ്പൊ ലേസർ ഡയോഡ് ലേസർ ബീം ഉണ്ടാക്കാനാണ്. ലേസർ ഡിറ്റക്ടർ എന്തിനു വേണ്ടിയിട്ടാണ്? ലേസർ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ അറിയാൻ വേണ്ടിയിട്ട്, ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ. പിന്നെ ഇത് ലെൻസ് ആൻഡ് മിറർ. ലെൻസും മിററും ആവശ്യമാണ് അല്ലെ? ലെൻസും മിററും ഇതൊക്കെ മൈന്യൂട്ട് സംഭവങ്ങളാണ്, ചെറിയ സംഭവങ്ങളാണ്. അപ്പം ലെൻസും മിറർ ഉപയോഗിച്ചിട്ടാണ് കറക്റ്റ് സ്ഥലത്ത് ഫോക്കസ് ചെയ്യാം. ലേസർ ബീമിനെ കറക്റ്റ് CD എവിടെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്, എവിടെയാണ് തൊടിയിക്കേണ്ടത്, CD എവിടെയാണ് അത് തൊടേണ്ടത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ലെൻസും മിററും ഉപയോഗിക്കുന്നത്. അപ്പൊ ലൈറ്റ് ആണ് അല്ലെ? ലൈറ്റ് ആയതുകൊണ്ടാണ് ലെൻസും കണ്ണാടിയൊക്കെ വേണ്ടി വരും റിഫ്ലക്ട് ചെയ്ത് കറക്റ്റ് സ്ഥലത്ത് പോയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അതുകൊണ്ടാണ് ലെൻസും മിററൊക്കെ ഉപയോഗിക്കുന്നത്. ഇതിനായിട്ട് ഈസ് യൂസ്ഡ് ടു ഫോക്കസ് ദ ലേസർ ബീം. ലേസർ ബീമിനെ കറക്റ്റ് സ്ഥലത്ത് ഫോക്കസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഓൺ ദ പെർട്ടിക്കുലർ പോയിന്റ്. പ്രത്യേക സ്ഥലത്ത് അല്ലെങ്കിൽ പ്രത്യേക പോയിന്റുകളിൽ ലേസർ ബീമിനെ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുക. ലെൻസും മിററും ഉപയോഗിക്കുക. ഓക്കെ. റൈറ്റിംഗ് നോക്കാം. റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ റൈറ്റിംഗ് ആണ് ശരിക്കും പിറ്റ്സ് ആൻഡ് ലാൻഡ്സ്. നിങ്ങൾക്ക് ഇപ്പോഴേ മനസ്സിലാവുള്ളൂ പിറ്റ്സ് ആൻഡ് ലാൻഡ്സ് എന്താ നോക്കാം. ഇവിടെ ലൈൻ ഇതാണ് CD ഒരു സംഭവമാണ് ഇത്. ഓക്കെ. CD ബാക്കിൽ ഒട്ടിക്കുന്ന കവറൊക്കെ ഉണ്ടാകും ഇവിടെ. ഇതാണ് പിറ്റ്സും ലാൻഡ് പിറ്റ്സും. ഇവിടെ നിന്നാണ് എന്ത് ചെയ്യുന്നത്? ലേസർ ബീം അടിക്കുന്നത്. ലേസർ ബീം ഇവിടെ നിന്ന് അടിക്കും. ഓക്കെ. ഇവിടെ നിന്ന് അടിച്ചിട്ട് ഒരു കുഴി ഉണ്ടാക്കും. ഓക്കെ. ഇവിടെ നിന്ന് കുഴി, ഇതാ പിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? കുഴി ഉണ്ടല്ലേ? കുഴി ഇതാണ് പിറ്റ് എന്ന് പറയാം. ലാൻഡ് എന്ന് പറഞ്ഞാൽ കുഴി ഇല്ലാത്ത ഏരിയയാണ് ലാൻഡ്. ഇത് ലാൻഡ്, ഇതാണ് പിറ്റ്, ഇതാണ്. ഓക്കെ. അപ്പോ പിറ്റും ലാൻഡും ഉണ്ടാക്കും, കുഴികൾ ഉണ്ടാക്കും എന്നുള്ളതാണ്. എന്ത് ഉപയോഗിച്ച്? ലേസർ ബീം ഉപയോഗിച്ചുകൊണ്ട് കുഴികൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് എന്തിന്റെ പരിപാടി? റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ അതാണ് ചെയ്യുക. കുഴികൾ എന്ന് പറഞ്ഞാൽ പിറ്റ് ഉണ്ടാക്കുക. പിറ്റ് ഉണ്ടാക്കുന്നത് നമുക്ക് 0 1 ആണ് റൈറ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ട് പിറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ മതി, വേറൊന്നും വേണ്ട. പിറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിറ്റില്ലാത്ത സ്ഥലത്തിന് നമ്മൾ 1 എന്ന് പറയും. ഓക്കെ. അപ്പൊ പിറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ പിറ്റില്ലാത്ത സ്ഥലത്തിന് 1 എന്ന് പറയും. അതുകൊണ്ടാണ് പിറ്റും ലാൻഡും ഉണ്ടാക്കിയാൽ മതി. അപ്പൊ പിറ്റ്സും ലാൻഡ്സും എന്ത് ചെയ്യും? ലേസർ ബീം ഇവിടെ വെച്ചിട്ട് ബേൺ ചെയ്തിട്ടാലാണ് ഇതിന്റെ പിറ്റ്സുകൾ ഉണ്ടാകും. ബേണിംഗ് എന്ന് പറഞ്ഞാൽ ചൂടാക്കുക. ബേൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിറ്റും ലാൻഡും ഉണ്ടാകും. അപ്പൊ ഇതും വരച്ചെടുക്കണം കേട്ടോ. നോക്കാം. ഹൈ ഇന്റൻസിറ്റി ലേസർ ബീം ഈസ് യൂസ്ഡ് ടു ക്രിയേറ്റ് പിറ്റ്സ് ആൻഡ് ലാൻഡ്സ്. പിറ്റ്സ് ആൻഡ് ലാൻഡ്സ് ഉണ്ടാക്കാൻ വേണ്ടി ഹൈ ഇന്റൻസിറ്റിയുള്ള ലേസർ ബീമാണ് ഉപയോഗിക്കുക. ഇനി CD കണ്ടെയ്ൻസ് കണ്ടിന്യൂസ് നമ്മൾ പറഞ്ഞു. കണ്ടെയ്ൻസ് കണ്ടിന്യൂസ് സ്പൈറൽ ഇതാണ്.
ട്രാക്സ് കണ്ടെയ്ൻസ് ഒരു ട്രാക്കിനകത്ത് ലാർജ് നമ്പർ ഓഫ് റൈസ്ഡ് ബംസ് ആൻഡ് ഫ്ലാറ്റ് ഏരിയാസ്. ഒരു ട്രാക്കിനകത്ത്, ഒരു റൗണ്ടിലുള്ള ട്രാക്കിനകത്ത് കുറേ പിറ്റ്സ് ആൻഡ് ലാൻഡ്സ് ഉണ്ടാക്കി. കുറേ പിറ്റ്സ് ആൻഡ് അതിനകത്ത് എന്താ ലാർജ് നമ്പർ ഓഫ് റൈസ്ഡ് ബംസ്. ബംസ് പറഞ്ഞാൽ പൊന്തിക്കിടക്കുന്ന സ്ഥലവും ഫ്ലാറ്റ് ആയിട്ടുള്ള സ്ഥലവും, അതായത് പിറ്റ്സ് ആൻഡ് ലാൻഡ്സും കുറേ പിറ്റ്സ് ആൻഡ് ലാൻഡ്സ് ഉണ്ടാക്കി. ഒരു ട്രാക്കിനകത്ത് തന്നെ കുറേ ഉണ്ടാവും. അപ്പൊ ഇത് നോക്ക്, ഇത് കണ്ടോ, ഇങ്ങനത്തെ സ്ഥലം കണ്ടില്ലേ? ഇതാണ് പൊന്തിക്കിടക്കുന്ന സ്ഥലം. ഇത് പിറ്റ്സ് ആൻഡ് ലാൻഡ്സ് ഉണ്ടാക്കിയതാണ്. കണ്ടില്ലേ? പിറ്റ്സ് ഇങ്ങനെയാണ് സീഡിക്കകത്ത് ഉണ്ടാകുന്നത്. അത് വലുതാക്കി കാണിച്ചു തന്നു. ഇത് പിറ്റ്സ് ആൻഡ് ലാൻഡ്സ് ഉണ്ടാക്കിയതാണ്. ഇത് കുഴിയില്ലാത്ത സ്ഥലം, ഇത് കുഴിയില്ലാത്ത സ്ഥലം. അപ്പൊ ഇതാണ് പിറ്റ്സ് ആൻഡ് ലാൻഡ്സ്. ഇതാണ് സീഡിയിൽ ഇങ്ങനെയാണ് കാര്യങ്ങൾ. മൈക്രോമീറ്റർ 1.6 മൈക്രോമീറ്റർ അത്രയാണ് ഇതിന്റെ വ്യത്യാസം. ഇതിന്റെ വ്യത്യാസം ഞാൻ പറഞ്ഞത് ഇത് രണ്ടും എന്താന്ന് വെച്ചാൽ സെയിം ആണ്. ഇത് CD ആണ്, ഇത് DVD ആണ്. ഇത് DVD-യിലാണ്, നീല DVD ആണ്, ഈ വയലറ്റ് CD-യുടെതാണ്. രണ്ടാളും പിറ്റ്സ് ആൻഡ് ലാൻഡ്സ് ഉപയോഗിച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അത് ഞാൻ അവസാനം പറയുമ്പോൾ മനസ്സിലാക്കിക്കോളൂ. ഇത് CD, ഇത് DVD. പിറ്റ്സ് ആൻഡ് ലാൻഡ്സ് ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഇതാണ് പിറ്റ്സ് ആൻഡ് ലാൻഡ്സ്. 1.6 മൈക്രോമീറ്റർ ആണ് ഇവിടെ ഉള്ളത്. ഇതിന്റെ വലുപ്പം ഇത് 1.6 മൈക്രോമീറ്റർ. ഇത്രയും ചെറുതാണ്, ഇത്രയും മൈന്യൂട്ടാണ് സംഭവം. ഈ ഫിഗർ വരയ്ക്കണ്ട കേട്ടോ, നിങ്ങൾക്ക് പറ്റുമോന്ന് എനിക്കറിയില്ല. പറ്റുമെങ്കിൽ വരച്ച നല്ലതാ. ഇനി DVD, ഡിജിറ്റൽ വേഴ്സറ്റൈൽ ഡിസ്ക്. DVDയും CD-യും സെയിം ആണ്. DVD-യുടെ വർക്കിംഗ് ചോദിച്ചാലും CD-യുടെ വർക്കിംഗ് ചോദിച്ചാലും സെയിം ആണ് എഴുതുന്നത്. ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കാം റൈറ്റ് explain about DVD and explain about any of the optical storage device എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? DVD എഴുതാം, അല്ലെങ്കിൽ CD എഴുതാം. എനി ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസ് എന്ന് വെച്ചാൽ CD-യും ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസ് ആണ്, DVD-യും ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസ് ആണ്. ഏതെങ്കിലും ഒന്ന് എഴുതാൻ പറ്റും. അപ്പൊ DVD നോക്കാം. DVD എന്ന് പറയുന്നത് ഡിജിറ്റൽ വേഴ്സറ്റൈൽ ഡിസ്ക്. ഇപ്പൊ നമ്മൾ DVD ആണ് ഉപയോഗിക്കുക. CD-യും DVD തമ്മിലുള്ള വ്യത്യാസം എന്താ? ലാർജ് കപ്പാസിറ്റി ആണ് DVD-ക്ക്. CD-യുടെ കപ്പാസിറ്റി, അത് ആ പോയിന്റ് കൂടി എഴുതണേ. CD-യുടെ നോട്ടിനകത്ത് ദ കപ്പാസിറ്റി ഓഫ് എ CD ഈസ് ഇൻ ദ റേഞ്ച് ഓഫ് മെഗാബൈറ്റ് MB. ഓൾമോസ്റ്റ് 800 MB 750 MB ഒക്കെ ഉണ്ടാവുള്ളൂ ഒരു CD കേട്ടോ. അത് എഴുതി വെക്കണേ, നോട്ടിൽ എഴുതണേ. ദ കപ്പാസിറ്റി ഓഫ് എ CD ഈസ് നോർമലി 700 MB. അത് എഴുതി വെക്കാം. ദ കപ്പാസിറ്റി ഓഫ് എ CD ഈസ് നോർമലി 700 MB. അത്ര 700 MB ഒക്കെയാണ് ഒരു CD-യുടെ കപ്പാസിറ്റി ഉണ്ടാവാറുള്ളത്. പക്ഷെ DVD എന്ന് പറയുന്നത് ലാർജ് കപ്പാസിറ്റി ഉണ്ടാവും. DVD ജിഗാബൈറ്റ് GB-യുടെ റേഞ്ചിൽ എന്തുണ്ട്? DVD-ക്ക് കപ്പാസിറ്റി ഉണ്ട് കേട്ടോ. 1 GB-ക്ക് മുകളിലൊക്കെ കപ്പാസിറ്റി എന്തിലുണ്ട്? DVD-ക്ക് ഉണ്ട്. അപ്പം കപ്പാസിറ്റി കൂടിയ CD-ക്ക് പറയുന്ന പേരാണ് DVD. ഓക്കെ, ഇപ്പൊ DVD എന്ന് പറഞ്ഞാൽ ഫുൾ ഫോം നോക്കുക, ഡിജിറ്റൽ വേഴ്സറ്റൈൽ ഡിസ്ക്. അപ്പൊ DVD ഈസ് എ ലാർജ് കപ്പാസിറ്റി CD ആണ്. പിന്നെ സെയിം CD പോലെ തന്നെയാണ്, കാണാനൊക്കെ CD പോലെ തന്നെയാണ്, കുറച്ചുകൂടി കട്ടി ഉണ്ടാവുന്ന മാത്രമേ ഉള്ളൂ. ഇനി ഇതിന്റെ പ്രത്യേകത, ബാക്കി DVD-യുടെ വർക്കിംഗ് ചോദിച്ചാൽ നിങ്ങൾ നേരത്തെ വർക്കിംഗ് ഒക്കെ എഴുതുക. റീഡിങ് എങ്ങനെയാ, റൈറ്റിംഗ് എങ്ങനെയാ, കൺസ്ട്രക്ഷൻ എങ്ങനെയാന്നൊക്കെ എഴുതുക. പക്ഷെ ഇതിൽ വ്യത്യാസമുള്ളത്, നമ്മൾ CD ഡ്രൈവിൽ നമ്മൾ സാധാരണ ലേസർ ബീമാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ DVD-ക്ക് ഇറ്റ് യൂസസ് റെഡ് കളർ, അതായത് റെഡ് കളറുള്ള ലേസർ ബീമാണ് ഉപയോഗിക്കുന്നത്. യൂസസ് റെഡ് കളർ. പിന്നെ DVD-ക്കകത്ത് ഉണ്ടാക്കുന്ന പിറ്റ്സും ലാൻസും ഉണ്ടല്ലോ. DVD ആണെങ്കിൽ CD പണ്ട് വന്ന ടെക്നോളജിയാണ്, DVD ഇപ്പൊ പുതുതായിട്ട് വന്നതാണ്. അതുകൊണ്ട് ടെക്നോളജി കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയി. ആസ് ദ ടെക്നോളജി ഈസ് അഡ്വാൻസിങ്, വി ക്യാൻ മേക്ക് ദ കപ്പാസിറ്റി മോർ, കൂടുതൽ കപ്പാസിറ്റി ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ DVD-ക്ക് എങ്ങനെയാണ് കൂടുതൽ കപ്പാസിറ്റി വന്നത്? കുറച്ചും കൂടി ടെക്നോളജി അഡ്വാൻസ് ആയതുകൊണ്ട് നമ്മൾ പുതിയ പരീക്ഷണങ്ങളൊക്കെ നടത്തി നമ്മൾ എന്ത് ചെയ്തു? ഈ പിറ്റ്സിന്റെ ലാൻസിന്റെ വലിപ്പം കുറച്ചു. വലിപ്പം വളരെ കുറച്ചപ്പോൾ എന്ത് ചെയ്യും? കുറെ പിറ്റ്സും ലാൻസും ഉണ്ടാക്കാൻ പറ്റി. ഇപ്പൊ 2 പിറ്റ്സിന്റെ ഇടയ്ക്കുള്ള 2 ലാൻസിന്റെ ഇടയ്ക്കുള്ള ദൂരം, സ്പേസ് വളരെയധികം കുറച്ചുകൊണ്ടാണ് DVD ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ DVD-ക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ CD-യെക്കാളും 3-4 ഇരട്ടി കപ്പാസിറ്റി ഇവിടെ വന്നു, DVD-ക്ക് വന്നു. ഓക്കെ, 2 GB-യുടെ അടുത്ത് വരെയുള്ള കപ്പാസിറ്റിയുള്ള DVD-കളുണ്ട്. അതുകൊണ്ട് പിറ്റ്സും ലാൻസിന്റെയും ആർ വെരി ക്ലോസ്ലി സ്പേസ്ഡ് ആണ്, അടുത്തടുത്താണ് ഉണ്ടാകുക. പിറ്റ്സും ലാൻസും വളരെ ക്ലോസ് ആയിട്ട് അടുത്തടുത്താണ് ഇതിലുണ്ടാവുക, DVD-ക്കകത്ത് ഉണ്ടാവുക. CD-ക്കകത്ത് അങ്ങനെയല്ലായിരുന്നു. CD-ക്കകത്ത് കുറെ ദൂരം വിട്ടിട്ടായിരുന്നു, ഒരു പിറ്റ് കഴിഞ്ഞാൽ കുറെ സ്ഥലം കഴിഞ്ഞാൽ അടുത്ത ലാൻഡ് ഉണ്ടാകാൻ പാടുള്ളായിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, അടുത്തടുത്താണ് പിറ്റ്സ് ആൻഡ് ലാൻസ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട്
കുറെ കൂടുതൽ ബിറ്റ്സ് ആൻഡ് ലാൻസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ട് എന്താണ് ഗുണം? അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വി ക്യാൻ സ്റ്റോർ മോർ ഡാറ്റ. പിന്നെ ഇത് ഒരു ടെക്നിക്കൽ ടേം ആണ്. CD ഡ്രൈവിന് അല്ലെ DVD ഡ്രൈവിനകത്ത് ഉപയോഗിക്കുന്ന ലെൻസ്, അതിന്റെ എന്താ ലെൻസിന്റെ സ്പെസിഫിക്കേഷൻ എന്താണെന്ന് എനിക്കറിയില്ല. ഹൈ ന്യൂമറിക്കൽ അപ്പാർച്ചറുള്ള ലെൻസ് ആണ് ഉപയോഗിക്കുന്നതാണ്. നമുക്ക് പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യാറ്. സോ DVD ഡ്രൈവിൽ ഉപയോഗിക്കുന്ന ലെൻസ് ഹൈ ന്യൂമറിക്കൽ അപ്പാർച്ചറുള്ള ലെൻസ് ആണ്, ഫോക്കസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലെൻസ്. ഓക്കെ, അതാണ് DVDയുടെ പ്രത്യേകത. അപ്പൊ DVD CD തമ്മിലുള്ള പ്രത്യേകത, DVDക്ക് പിന്നെ ലാർജ് കപ്പാസിറ്റി ആണ്, DVDക്ക് കൂടുതൽ കുറച്ച് ക്ലോസ്ലി സ്പേസ്ഡ് ആണ്. അവർക്ക് തമ്മിൽ ബിറ്റ്സും ലാൻസും തമ്മിൽ അടുത്തടുത്ത് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, വളരെ വളരെ ദൂരം വിട്ടിട്ട് ഉണ്ടാക്കേണ്ട കാര്യമില്ല. പിന്നെ റെഡ് കളർ ലേസർ ബീമാണ് DVDയിൽ ഉപയോഗിക്കുന്നത്. പിന്നെ DVDയിലെ വേറെ പ്രത്യേകത, ഹൈ ന്യൂമറിക്കൽ അപ്പാർച്ചർ ഉള്ള ലെൻസ് ആണ് ഉപയോഗിക്കുന്നത്. അത് അങ്ങനെ തന്നെ പഠിക്കാം. ഹൈ ന്യൂമറിക്കൽ അപ്പാർച്ചർ ലെൻസ് ആണ് DVDയിൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇത്രയാണ് നമുക്ക് CD DVD പറ്റി പഠിക്കാം. ഇനി പുതിയൊരു ടെക്നോളജിയാണ് റെയ്ഡ് എന്ന് പറഞ്ഞ ടെക്നോളജി. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം റെയ്ഡ്. പക്ഷേ ജസ്റ്റ് ഒന്ന് നോക്കാം. റെയ്ഡ് എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ നോക്കി നോക്കൂ, നെറ്റിലൊക്കെ ഒന്ന് അടിച്ചു നോക്കൂ റെയ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്. RAID, റിഡണ്ടന്റ് അറേ ഓഫ് ഇൻഡിപെൻഡന്റ് ഡിസ്ക് എന്നാണ് റെയ്ഡ്. അപ്പോൾ ഈ നോട്ടൊക്കെ എഴുതുക, അപ്ലോഡ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. നമുക്ക് കുറച്ച് ഇപ്രാവശ്യം എടുത്താൽ മതി. പിന്നെ നിങ്ങളോട് പറയാനുള്ളത്, പിന്നെ ക്ലാസ്സിലൊക്കെ റെഗുലർ അറ്റൻഡ് ചെയ്യണം. ഇത് ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ക്ലാസ് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പറയുന്നതിന്റെ അത്രയും എന്തായാലും എഫക്റ്റീവ് ഉണ്ടാവില്ല. നിങ്ങൾക്ക് ക്ലാസ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇതൊക്കെ പഠിപ്പിച്ചു തരും. അപ്പൊ നോട്ടൊക്കെ കംപ്ലീറ്റ് ആയിരിക്കണം. ഓക്കെ, പിന്നെ ഡൗട്ടുകളും ഇതൊന്നും വായിച്ചു വരിക. വായിച്ചാൽ എല്ലാ ഡൗട്ടും ക്ലിയർ ആവണമെന്നില്ല, എന്നാലും നേരിട്ട് പറയുന്ന പോലെ അത്രയും എഫക്റ്റീവ് ആവില്ല. നേരിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ ഫുള്ള് നിങ്ങളെ പഠിപ്പിച്ചിട്ടേ നമ്മൾ നിർത്തുള്ളൂ. നമ്മൾ നല്ല പ്രത്യേകിച്ച് ഞാൻ എല്ലാ കാര്യങ്ങളും നിങ്ങളെ ഒരു സംശയത്തിന് ഇടവരുത്താത്ത രീതിയിൽ നിങ്ങൾക്ക് ഫുള്ള് ക്ലിയർ ആയി തരുന്ന രീതിയിൽ നമുക്ക് വായിച്ചാൽ ചിലപ്പോൾ ഡൗട്ട് ക്ലിയറൻസ് ഒന്നും അധികം നമുക്ക് നടക്കാൻ ചാൻസ് ഇല്ല, നമ്മൾ ഓൺലൈൻ ആയതുകൊണ്ട്. എന്നാലും നേരിട്ട് നമ്മൾ ക്ലാസ്സിൽ വരുമ്പോൾ 21 മുതൽ ക്ലാസ്സിന് വരാൻ പറ്റുന്നതാണ് തോന്നുന്നത്. ഇപ്പോൾ ക്ലാസ്സിൽ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇത് മുഴുവൻ നമുക്ക് എന്ത് ചെയ്യാം, പഠിപ്പിക്കാം. പക്ഷെ അതിനു മുമ്പ് നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, നോട്ട് കംപ്ലീറ്റ് ആയിരിക്കണം. നോട്ട് ഫുള്ള് കംപ്ലീറ്റ് ആക്കി വെക്കുക. പിന്നെ ഡൗട്ടുകളൊക്കെ ഇപ്പൊ തോന്നുന്ന ഡൗട്ടുകളുണ്ട് എന്നോട് വിളിച്ചു ചോദിച്ചാൽ പറ്റുന്ന രീതിയിൽ പറഞ്ഞുതരാം. ഇത് നമുക്ക് ക്ലാസ് തുടങ്ങി കഴിഞ്ഞാൽ എല്ലാ ഡൗട്ടുകളും ഒരാളുടെ പോലും ഡൗട്ട് ഇല്ലാതെ ബാക്കി വെക്കാതെ നമുക്ക് എല്ലാവരുടെ ഡൗട്ടും ക്ലിയർ ചെയ്യാൻ പറ്റും കേട്ടോ. അതുകൊണ്ട് ഇതുവരെ ഇപ്പോൾ ഈ രണ്ട് നല്ല ടോപ്പിക്കാണ്. ഈ ഹാർഡ് ഡിസ്കും എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്, CD-യും എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്. ഇതിൽ 2 ടോപ്പിക്കും കൂടെ ഉള്ളൂ. റെയ്ഡ് എന്ന് പറഞ്ഞ ടെക്നോളജി ഉണ്ട്, നമുക്ക് അത് അടുത്ത ക്ലാസ് റെയ്ഡ് എടുക്കാം. അപ്പൊ എല്ലാം കൂടി ഒരുമിച്ച് വേണ്ട, കുറച്ചായിട്ട് എടുക്കാം.